ഓക്കെ ജിജി, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലെയർ യെല്ലോ ചെയ്തതിന് ശേഷം ഉള്ള അവസ്ഥ. ഓക്കെ, ഞാൻ പറയില്ലേ, ഈ ഇലകളും മരത്തിൻ്റെ ഇതും ഒഴിവാക്കിയിടുക, ബാക്കി എല്ലാ ഭാഗത്തും ചെയ്യുക. അതേപോലെ ഈ ബോർഡറിൽ ഈ ഒരു നടുക്ക് ഇവിടെ കാണുന്ന ഒരു ലൈൻസ് അത് ഒഴികെ ബാക്കി എല്ലായിടത്തും യെല്ലോ ഫില്ല് ചെയ്യുക. ഇത് ഫസ്റ്റ് ലെയറാണ് കേട്ടോ. ഇതിൻ്റെ പുറത്ത് ഇതേ ഭാഗത്ത് തന്നെ ഇനിയും ചെയ്തിട്ട് ഇതിപ്പോൾ അവിടെ ഇവിടെയൊക്കെ വെള്ള പാച്ചസ് കാണാം. അപ്പോൾ ഈ പാച്ചസൊക്കെ ഒഴിവാക്കി നമുക്ക് നല്ല ഭംഗിയാക്കി കിട്ടണം, എല്ലായിടത്തും യെല്ലോ ഒരേപോലെ കിട്ടണം. ഓക്കെ, അപ്പോൾ ഇത് ആഭരണങ്ങൾ ഇവിടെ മുഴുവനും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ 2 പൂക്കിൻ്റെ മാത്രം ഒഴിവാക്കിയിട്ടുണ്ട്. അതേപോലെ ചെവിയുടെ പുറകിലുള്ള ചെവിപ്പൂവ്, ഈ മകരകുണ്ടലം, നെക്ലേസ്, പിന്നെ കയ്യിലുള്ള വളകൾ, കേയൂരം, അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇതേപോലെ യെല്ലോ കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ ഇവിടെ ഇതിനകത്ത്, ഇവിടെ ഇതിനുള്ളിൽ. അതേപോലെ ഇതിൻ്റെ ഓരോ ലൈൻസിനും ഈ വെള്ള മഞ്ഞ കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ കൊടുത്ത പോലെ, ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാമല്ലോ, ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ ഇവിടെയും ഇതിനുള്ളിലും കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് യെല്ലോ വാഷിങ്. ഇതിനി ഒന്നുകൂടി വാഷിങ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്ന വീഡിയോ വെച്ചിട്ട് ബാക്കിയുള്ള ഫസ്റ്റ് ലെയർ യെല്ലോ ഈ പറഞ്ഞ ഭാഗത്തൊക്കെ കൊടുക്കുക. ബോഡി കണ്ടില്ലേ, ബോഡിയിൽ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. ഉള്ളം കൈ വിരലിൻ്റെ ആ ഒരു മോൾ ഭാഗത്ത് മാത്രമാണ് ഒഴിവാക്കിയിട്ടിരിക്കുന്നത്. ബാക്കി ഡ്രസ്സ് കാര്യങ്ങൾ ഒക്കെ യെല്ലോ വാഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ മറ്റ് കളറ് വരുന്നതുകൊണ്ട് അത് ലാസ്റ്റ് പിന്നീട് അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യാം. ആദ്യത്തേത് യെല്ലോ വാഷിംഗ് ആണ്, അതുകൊണ്ടാണ് എല്ലായിടത്തും യെല്ലോ കൊടുത്തിട്ടിരിക്കുന്നത്. ഓക്കെ.